പിടിക്കൂ മേഡം, സഖാവ് പിടി. സഖാവ് വാങ്ങി. അയ്യോ, ഇത് നിസാരല്ല കേട്ടോ. ഇത് അത്യാവശ്യം ഒരു 3 കിലോ ഒക്കെ ഉണ്ടോ? ഏറ്റവും ചെറുതായി തന്നത് 5 കിലോ ആണ് ആവറേജ്. ആണല്ലേ, നല്ല വെയിറ്റ് ഉണ്ട്. ഇത്ര ഫ്രഷ് ആയിട്ടുള്ള ഒരു തണ്ണിമത്തൻ ഒരു പക്ഷെ ഞാൻ ഈ 42 വയസ്സിൽ ആദ്യമായിട്ടാവും പിടിക്കുന്ന. അത് എനിക്ക് കിട്ടിയ കൈനീട്ടാണ് കേട്ടോ. നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. വിഷുവായിട്ട് നിങ്ങൾക്ക് എന്ത് കൈനീട്ടാണ് തരിക എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് യാദൃശ്ചികമായിട്ട് ഞാനൊരു ആർട്ടിക്കിൾ കാണുന്നത്. അത് വെറും ഒരു ആർട്ടിക്കിൾ അല്ല, നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട നല്ല മനോഹരമായിട്ടുള്ള ഒരു ആർട്ടിക്കിളായിരുന്നു. അപ്പോൾ ഇത് വിഷുവിന് കാണിക്കാൻ പറ്റുന്ന പ്രത്യേകിച്ചൊരു വിഷയം ആയതുകൊണ്ട് ഇന്നൊന്നും ആലോചിച്ചില്ല, ഓടിപ്പടച്ച് നാളെയാണല്ലോ വിഷു, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇദ്ദേഹം ബാലാജിയേട്ടൻ, സഖാവ് ബാലാജി, വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുമ്പിലേക്ക് ഞാനിന്ന് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൃഷിക്കാരൻ, സർവോപരി നല്ലൊരു മനുഷ്യനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷം.
അതൊക്കെ എടുത്തു പൊട്ടിക്കനെടുത്തു. തണ്ണിമത്തം കഴിഞ്ഞല്ലേ? അതിന്റെ എവിടെയാ? ഏകദേശം എത്ര ഏക്കർ ഭൂമി ഉണ്ട് ഇത്? ഇവിടെയാ? ആ, ഞാൻ 5 ഏക്കറിൽ. 5 ഏക്കർ. എന്നാ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയേ? 35 വർഷമായിട്ട് ഈ കാർഷിക മേഖലയിലുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ആ, ഇൻകം ടാക്സ് ഓഫീസറായിരുന്നു. അത് ശരി. ആ, അപ്പോൾ നിങ്ങൾ എത്ര മക്കളാ? 5 മക്കൾ. ആ, എല്ലാവരും ഇങ്ങനെ ഒരു മേഖലയിലുണ്ടോ അതോ? ഞാൻ മാത്രം. ശരിക്കും പേര് ബാലാജി. ബാലാജി തന്നെ ശരിക്കും പേര്? എന്ന ബാലഗോവിന്ദൻ. 5 മക്കളാണ്. മൂത്താള് MLA ആയിരുന്നു കുന്നംകുളത്തെ. അതെ, അറിയാം. അതിൻ്റെ താഴെയുള്ള ആള് ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് റിട്ടയർഡ് ചെയ്തു, PWD. പിന്നെ 2 സിസ്റ്റർമാർ. ഞാൻ മൂന്നാമനാണ്. വൈഫ് എന്ത് ചെയ്യണു? വൈഫ് ടീച്ചർ എവിടെയാ? സ്കൂൾ ഗുരുവായൂർ അല്ലേ? മക്കള്? ഒരാൾ എന്ത് ചെയ്യണു? ഡിഗ്രി ഫൈനൽ ഇയർ ജിയോളജി. ഈ കാർഷിക മേഖലയോട് കുട്ടിക്കാലത്ത് തന്നെ ഇഷ്ടമുണ്ടോ? പഠിക്കുമ്പോൾ തന്നെ അന്ന് കുറേ കൂടി കൃഷി ഉണ്ടായിരുന്നു. വ്യാപകമായിട്ട് കൃഷി ഉണ്ടായിരുന്നു. ഈ ഒരു സ്ഥലം പുതുതായിട്ട് വാങ്ങിയതാണോ അതോ പണ്ട് മുതലേ നിങ്ങളുടെ? പരമ്പരാഗതമായിട്ടുള്ളത്. ഈ 5 ഏക്കർ ഭൂമി. ഇതിൽ എന്തൊക്കെ കൃഷിയുണ്ട്? കേരളത്തിൽ വിളയുന്ന എല്ലാ കൃഷിയുണ്ട്. കേരളത്തിൽ വിളയുന്ന എല്ലാ കൃഷിയുണ്ട്. ഇവിടെ ഇത് പാടാണ്. ഇത് നെൽകൃഷി ചെയ്യും. 2 പോല്. ഒന്ന് വിരിപ്പ്. ഇപ്പോൾ ഈ വിഷു കഴിഞ്ഞാൽ ഇതെല്ലാം പൂട്ടി വിരിപ്പ് വിതയ്ക്കും. അത് കഴിഞ്ഞാൽ ഓണത്തിന് മുമ്പ് കൊയ്ത് ഓണത്തിന് ശേഷം മുണ്ടകൻ കൃഷി നടും. അത് കഴിഞ്ഞാൽ ജനുവരിയിൽ കൊയ്ത്ത് കഴിഞ്ഞിട്ട് പച്ചക്കറി, വിഷു പച്ചക്കറി, വേനൽക്കാല പച്ചക്കറി ചെയ്യും. തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് നടക്കും. നിലവിൽ ഇവിടെ എന്തൊക്കെയുണ്ട്? വെണ്ടയ്ക്ക, പയർ. നിലവിൽ ഇവിടെ വെണ്ടയ്ക്ക, തക്കാളി, പയർ, വഴുതന, മുളക്, ചീര, ഈ പയർ കുറ്റിപ്പയറും നീളം പയറും ഉണ്ട്. പീച്ചിങ്ങ, കയ്പ്പയ്ക്ക, കുക്കുംബർ, മത്തൻ, കുമ്പളം, വെള്ളരി, പടവലം, തണ്ണിമത്തൻ, ധാന്യങ്ങളുണ്ടല്ലോ, ചീര. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേരളത്തിൽ വിളയുന്ന എല്ലാ പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യും. കോളിഫ്ലവർ, കാബേജ്, പിന്നെ എല്ലാ കിഴങ്ങ് വർഗ്ഗ, അത് ഓൾറെഡി ഇപ്പോഴും ഉണ്ട്. കിഴങ്ങ് വർഗ്ഗ, കപ്പ, ചേമ്പ്, ചേന, കാച്ചിൽ, കൂർക്ക, അതെല്ലാം ഉണ്ട്. പിന്നെ റെഡ് ലേഡി പപ്പായ കണ്ടില്ല? റെഡ് ലേഡി അതുണ്ട്, അത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് ഇവിടെ കേരളത്തിൽ എല്ലാ വെജിറ്റബിളും ഇവിടെ കൃഷി ചെയ്യുന്നു. ഈ ഉൽപ്പന്നങ്ങൾ എവിടെയാണ് നമ്മൾ കൊടുക്കുക? ഔട്ട്ലെറ്റ് ഉണ്ട്. ഔട്ട്ലെറ്റ് ഞങ്ങൾ വിളിക്കുന്ന ഷെഡ്, ഓല ഷെഡ്, പെരുമ്പിലാവില്. വൈകിട്ട് 5 മണിക്ക് തുറക്കും. ഒരു 6 മണി 6:30 മണിക്ക് ഇത് കഴിയും. ഡെയിലി ഒരു 60-70, സാധാരണ രീതിയിൽ ഒരു 50-60 കിലോ എല്ലാ. ഈ ചീര 10 കിലോ, പയർ 10 കിലോ, മറ്റേ പപ്പായ ഒരു 10 കിലോ, പിന്നെ കുക്കുമ്പർ 10 കിലോ, ബാക്കിയെല്ലാം 5, 6, 4, 5 കിലോ, ചില 2 കിലോ, ചിലപ്പോൾ 1 കിലോ കിട്ടണത് അവിടെ കൊണ്ട് വെക്കും. അപ്പോൾ അത് അന്നു സെയിലാവും. അവിടെ ആരാ പണിക്കാർ വെച്ചിട്ടുണ്ടോ? ഒരാളെ ഒന്ന് വിളിക്കട്ടെ. വിപിൻ, ആ മോട്ടർ അടിക്കേ, ആ സ്പ്രിങ്ക്ലർ വലുത്. പിന്നെ അത് വൈകിട്ട് ഒരാൾ അങ്ങനെ ഒരു അറ്റാത്തിൽ പറഞ്ഞാൽ വേറെ സഖാവ് വരും. അങ്ങേര് അത് കൊണ്ടുപോകും. അങ്ങനെ 5 മണിക്ക് വരും, അത് കൊണ്ടുപോകും. അങ്ങേര് വിൽക്കും. അങ്ങേര് കാശ് എനിക്ക് തരും, ലിസ്റ്റ് തരും, എന്തൊക്കെ അതിൻ്റെ എത്ര ഉണ്ടായി എന്നുള്ള കൃത്യമായി ലിസ്റ്റ് തരും. അങ്ങനെ ഇടനിലക്കാരില്ലാതെ സ്വന്തം ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്നൊരു കടയാണ്. ചിലപ്പോൾ അതിനകത്ത് ചില കാലാവസ്ഥാ വ്യതിയാനം. ഞാനൊരു പൊതുപ്രവർത്തകനാണ്, അതിന് തിരക്ക് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ചിലപ്പോൾ പോയ ഒരു പോക്കാണ്. അപ്പോൾ ആകെ ചിലപ്പോൾ 500 രൂപ താരം ഉണ്ടാവുള്ളൂ. ഇവിടെ ഇതൊക്കെ ഈ പച്ചക്കറി എന്ന് പറഞ്ഞ സാധനത്തിന് പ്രത്യേകത, എല്ലാ ദിവസവും നല്ല ശ്രദ്ധ പോകണം. പിന്നെ നമ്മുടെ ഒരു സ്പർശനം, നമ്മുടെ ഒരു സാന്നിധ്യം പച്ചക്കറിക്ക് അവർക്കൊരു ഉന്മേഷം കൂട്ടുന്നതാണ്. അപ്പോൾ അതില്ലെങ്കിൽ കഥ കഴിഞ്ഞു. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ്. അപ്പോൾ ഇടനിലക്കാരില്ലാതെ ചെയ്യാണ്. ഇപ്പോൾ പിന്നെ എന്തായാലും ധാരാളം സാധനം വരും. ഇപ്പോൾ ഒരു 1.5 ടൺ വെള്ളരി, 1.5 ടൺ തണ്ണിമത്തനൊക്കെ പൊട്ടി. പിന്നെ 10 തണ്ണിമത്തൻ എവിടെയാ? ഏറ്റവും മുകളിൽ. പിന്നെ ഇതൊക്കെ ഒരു ഇപ്പം എന്തായാലും ഒരു 5-8 ടൺ സാധനം ഉണ്ടാകും. അത് ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇതിൻ്റെ ഇടയിൽ അതാണ് പ്രഥമം, ഇത് രണ്ടാമത്. അങ്ങനെ പറയല്ലേ, പരസ്പര പൂരങ്ങളായിട്ട് പോകും. അങ്ങനെ പോകണം. കൃഷി വിട്ടിട്ടുള്ള ഒന്നുമില്ല, പൊളിറ്റിക്സ് വിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ കാലത്തൊരു 6:30 6:30 ഇവിടെ എത്തും. ഒരു 9:30 വരെ ഇവിടെ ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി ഒരു പണിയെടുക്കും. എല്ലായിടത്തും എത്തണം, പണിയെടുക്കും. 9:30 വരെ ഉണ്ടാകും. അതിലിടയ്ക്ക് ആളുകൾ വേണം കാണാൻ, ഇങ്ങോട്ട് വരും, കാണേണ്ട ആളുകൾ സംസാരിക്കും. 9:30 കഴിഞ്ഞാൽ ഇവിടുന്ന് പോകും, കുളി കഴിഞ്ഞ് പോകും. വല്ലപ്പോഴും വീണ് കിട്ടുന്ന വൈകുന്നേരങ്ങൾ
തിരിച്ചിവിടെ വരും. ഇങ്ങോട്ട് വരും. എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ? അത് 7 മണി വരെ ഉണ്ടാവും. അത് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ആർക്കാ വൈകുന്നേരത്ത് ഒഴിവുണ്ടാക്കുക, എന്നും കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അങ്ങനെ 10,000 മീനുണ്ട് 3 കുളത്തിലായിട്ട്. പിന്നെ ഒരു 100 കോഴി, പശുവുണ്ട്. പശു അത് നാടൻ പശുക്കൾ മാത്രമാണോ അതോ എല്ലാവരും ഉണ്ട്? മിക്സഡ് ഉണ്ട്. അവിടെയൊക്കെ വെവ്വേറെ തൊഴിലാളികൾ വെച്ചിരിക്കും. എല്ലായിടത്തും നിങ്ങൾ തന്നെ എത്തും? ഇല്ല, അങ്ങനെ ഇല്ല. അതിന് ഒരാളുണ്ട്, അത് കഴിഞ്ഞാൽ ഇതിന് സഹായിക്കും. അതെ, അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്. എല്ലാവരും എല്ലാത്തിലുമാണ്. ബംഗാളികളാണോ? അല്ല, ഒരു മറ്റേ ഒറീസക്കാരനും ഒരു മലയാളി. ഇത് വെണ്ടയ്ക്ക അല്ലേ? ഈ വിത്തനങ്ങൾ എവിടുന്നാ സംഘടിപ്പിക്കുക? വിത്തുകളൊക്കെ ഹൈബ്രിഡ് വിത്തുകൾ പൊള്ളാച്ചിന്ന് വരുത്തും. അത് ട്രെയിൽ മുളപ്പിച്ചിട്ട് ചെയ്യും. കൃഷിഭവൻ എങ്ങനെയാ? കൃഷിഭവനുമായിട്ട് എങ്ങനെയാ? നല്ല സഹകരിക്കുന്നുണ്ട്. അവരും തൈകളും വിത്തുകളൊക്കെ തരും. പക്ഷെ അത് ഞാൻ വെയിറ്റ് ചെയ്യാറില്ല, കാരണം അതിന്റെ സമയക്രമങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഇത് ഹൈബ്രിഡ് ആണല്ലേ? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ എല്ലാ ദിവസവും ഒരു 5-8 ഐറ്റംസ് ഹാർവെസ്റ്റ് ചെയ്യുന്ന വിളവെടുക്കുന്ന ഒരു തോട്ടം കാണിച്ചു തരാൻ പറ്റും. ഒരു തോട്ടമാണ് എല്ലാ ദിവസം. അപ്പോൾ ആ വെണ്ട അവിടെ വെണ്ട ഒരു 4 ഇരി, അത് കഴിഞ്ഞതിൻ്റെ കാലാവധി. അപ്പോൾ ഇങ്ങോട്ട് പൊട്ടിക്കാറായി. ഇന്ന് ഞാൻ വെണ്ടയ്ക്ക് വിത്തിടും. ഇത് കഴിയുമ്പോഴേക്കും അത് മുളച്ച് പൊട്ടിക്കാറാവും. തക്കാളി അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്ത് തക്കാളി വെച്ചിട്ടുണ്ട്. എല്ലാം അങ്ങനെ ഒന്നിൻ്റെ വിളവെടുപ്പ് കഴിയുമ്പോൾ അടുത്ത വിളവെടുക്കാനുള്ള എല്ലാ സമയത്തും കർഷകനാണ്. എല്ലാ സമയത്തും വിളവെടുക്കുന്ന ഒരു കൃഷിഭൂമിയാണ്. അതിൻ്റെ പ്രത്യേകത അതാണ്. അങ്ങനെ ആയാലേ നമുക്ക് ഈ മറ്റേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ കൃഷി പലപ്പോഴും ആളുകൾ നഷ്ടം അല്ലെങ്കിൽ കുഴപ്പം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം എന്താ അറിയും? അപ്പോൾ വിഷു എല്ലാവരും വെള്ളരിക്കും. വിഷുവിന് ഒരു വീട്ടിലേക്ക് 2 വെള്ളരി ആവശ്യമുള്ളൂ. ഇത് കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാർ അതൊരു ദൈനംദിന സാധനം ഉപയോഗിക്കില്ല, ചീഞ്ഞു പോകും. അപ്പോൾ നമ്മളെന്താ ചെയ്യുകയെങ്കിൽ വെണ്ടയ്ക്ക് ഞാൻ പറയും ഒരു 10-12 ഐറ്റംസ് പച്ചക്കറി മാത്രം. അപ്പോൾ 3 കിലോ 4 കിലോ 5 കിലോ 10 കിലോ ഒക്കെ ഉണ്ടാക്കുക. ഇതിൻ്റെ കടയിൽ പോകുമല്ലോ. അപ്പോൾ വിപണനം പ്രശ്നമല്ല, ഒരു ഫിക്സഡ് റേറ്റിന് അതിൽ കൂടുതൽ കുറയില്ല. മാർക്കറ്റിൽ എത്ര കൂടിയാലും കൂടില്ല. ഇപ്പോൾ കുറയില്ല. ഇപ്പോൾ വെണ്ടയ്ക്ക് അതിലിടയ്ക്ക് 70 രൂപ 80 രൂപ വെണ്ടയ്ക്കൊക്കെ ആയി. ഞാൻ 40 രൂപയ്ക്ക് കൊടുക്കുക. ഇപ്പോൾ വെണ്ടയ്ക്ക് 50 രൂപ ഉണ്ട് തോന്നുന്നു. ആ കടയിൽ 40 രൂപയ്ക്ക് ഇന്ന് കാലത്ത് പൊട്ടിച്ചിട്ടുള്ള ജൈവവും സുരക്ഷിതമായ സാധനം. തക്കാളി, അതെ, തക്കാളി ചിലപ്പോൾ എൻ്റെ വണ്ടിക്കാരൊക്കെ നമ്മുടെ ഈ ഓല ഷെഡിൻ്റെ അപ്പുറത്ത് വിൽക്കുമ്പോൾ 2 കിലോ അല്ല 4 കിലോ അല്ല 4 കിലോ 100 രൂപ എന്നൊക്കെ കൊടുക്കുമ്പോഴും എൻ്റെ തക്കാളി 40 രൂപയ്ക്ക് ആൾക്കാർ അത് വാങ്ങിക്കും. ആൾക്കാർ അത് മറ്റേ മില്ലറ്റ് വർഷമല്ലേ, അത് മറ്റേ എള്ള് അല്ലേ, അതിനകത്ത് ഉഴുന്ന്, ചെറുപയർ, ചാമ, ചോളം, രാഗി, അതാണല്ലേ വിതപ്പയർ, എള്ള്, ഉഴുന്ന്, ചോളം, ചാമ എല്ലാം ഉണ്ട്. അവിടേക്കാണപ്പോ നനച്ചോണ്ടിരിക്കണേ? അതെ അതെ അതെ. അതിന് ആഴ്ചയിൽ ഒരു നന മതി. അത് ശരി. ഇത് കുമ്പളം. നമ്മളെ കുമ്പളക്കുട്ടികൾ വീണ് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു 10 ദിവസം വിളവെടുത്തുകൊണ്ടിരിക്കുക. അത് ശരി. ഇതിന്റെയൊക്കെ ഏകദേശമൊക്കെ ഫിനിഷ് ആവാറായി. ഇനി എത്ര ദിവസം പോകുന്നത്? ഇതിൽ വേറെ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, വിരിപ്പ് വിതയ്ക്കാറായില്ലോ. 2 ദിവസം കഴിഞ്ഞാൽ അടുത്ത പൈപ്പൊക്കെ ചെയ്യണത്. ഇവിടെ വന്നാലത്തെ പ്രശ്നം തരും, നമുക്ക് ഇത് കയറാൻ തോന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണം കഴിച്ചിട്ടില്ല, 6 ഇറങ്ങിയില്ല. അപ്പോൾ വിശപ്പറിയില്ല, മറ്റ് പ്രയാസങ്ങൾ. ഞാൻ വിഷു ആയിട്ട് ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ചാനലിൽ കൂടെ എന്നിങ്ങനെ വിചാരിച്ചു. പൊതുപ്രവർത്തകനാണ്. ഈ പൊതുപ്രവർത്തനത്തിന്റെ പ്രയാസങ്ങൾ ഞാൻ പറയേണ്ടതില്ലല്ലോ. അറിയോ, കാലത്ത് ഇവിടുത്തെ വർക്കില്ലേ, കാലത്ത് ഈ ഒരു 3 മണിക്കൂർ ഈ പാടത്തെ കൃഷിയിൽ ഇടപെടുമ്പോൾ എല്ലാ ടെൻഷനും പോകുമെന്ന് മാത്രമല്ല, ഒരു പോസിറ്റീവ് എനർജി ഡെവലപ്പ് ചെയ്യും. നമ്മുടെ ഊർജ്ജം അതാണ് നടത്തും. കൃഷിയാണ് ഊർജ്ജം, സംശയമില്ല. ഇത്രയും പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന മറ്റൊരു സംഗതിയില്ല. അഗ്രി കൾച്ചർ എന്നല്ലേ പറയാം. ഇത് നമ്മുടെ പ്ലംബർ എന്നതിൻ്റെ അപ്പുറത്തേക്ക് DYFIയുടെ എന്താ മേഖലയുടെ പേര്, തിരുമറ്റക്കൂട് മേഖലാ സെക്രട്ടറിയാണ്, വൈസ് പ്രസിഡന്റാണ്. പേര് അനിൽകുമാർ. നന്നായി പണിയെടുക്കും. പാർട്ടിയുടെ പരിപാടികൾക്ക് ലീവ് എടുത്തിട്ട് അതിൻ്റെ കാര്യം നടത്തും. ഒരു നല്ല പൊതുപ്രവർത്തകർ. 2 വെള്ളരി, ഒരു കുമ്പളങ്ങി, ഒരു മത്തങ്ങി, വരുന്നവർക്കെല്ലാം കൈ നിറയെ സാധനം കൊടുക്കും മേഡം. ഇങ്ങനെ ഞാൻ വീട്ടിൽ വെക്കണം, വീട്ടിൽ നിന്ന് എടുത്തോട്ടാ. ഈ നമ്മൾ സാധാരണ കാണുന്ന തണ്ണിമത്തല്ലല്ലോ, അതല്ലല്ലോ ഇത്. ഇത് കിരൺ എന്ന സാധനമാണ്. ഇത് കിരണാണ് അല്ലേ? ഇതിപ്പോ ഏകദേശം എത്ര കിലോ ഇവിടുന്ന് വിറ്റുപോയി? ഇവിടുന്നൊരു വിറ്റുപോയ കണക്ക് 800 കിലോ വിറ്റുണ്ടാവും. 800 കിലോ വിറ്റുണ്ടാവും.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ നമ്മുടെ അങ്ങനെ ഒരു 1000 കിലോ എന്തായാലും വിളവെടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു 600 കിലോ കൂടി കിട്ടുമെന്നാണ്. ശരിക്കും നമ്മൾ ഈ തണ്ണിമത്തനൊക്കെ പുറം നാടുകളിൽ നിന്നൊക്കെയാണ് വരുന്നത്, ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയാ. ശരിക്കും മെനക്കെടാത്തോണ്ടാണല്ലേ? അത് എല്ലാ കാര്യവും എല്ലാ സംഗതിയും അങ്ങനെ തന്നെ. ഇതിപ്പോൾ എന്തായാലും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ആൾക്കാർ കാത്തുക്കുന്നൊരു സ്ഥിതിയുണ്ട്. കാരണം മറ്റുള്ള ഇന്ന് അവിടെ ഒന്നിനും ചെറുതാക്കി കാണിക്കുകയല്ല കേട്ടോ, ഒന്നിനും കുറ്റപ്പെടുത്തുകയുമല്ല. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിൽ വരുന്ന സാധനം എന്ന് പറയുന്നത് ഇന്ന് ഒരു ചിലപ്പോൾ ഒരു 15 ദിവസമായി അവൻ പൊട്ടിച്ചിട്ടുണ്ടാവും അവനെ, അല്ലേ? 15 ദിവസം പൊട്ടിച്ചിട്ടുണ്ടാവും വെയിലെ കൊണ്ട്. പിന്നെ അതിലിങ്ങനെ വാർത്തകളിലൊക്കെ ഇടം പിടിച്ചിരുന്ന സമയത്ത് ഇതിനൊന്നുമില്ലല്ലോ. ഇന്ന് എന്നപ്പോൾ ഒരു 10-50 കൂട്ടിയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഒരു 10-200 കിലോ പൊടിക്കും, 400-200 കിലോ പൊട്ടിക്കും. അത് അവിടെ ഉണ്ട്. ഇത് നമ്മുടെ പ്രശ്നമായതുകൊണ്ട് പിന്നെ അവർ കഴിക്കുന്നവർ പറയുന്നു നല്ല മധുരവും നല്ല റെഡിഷ് കളറും ഉണ്ടെന്ന് പറയുന്നു. ഇത് സ്വീറ്റ് ചോളാട്ടാ, മധുരച്ചോളം. തെങ്ങ് കൃഷി ഉണ്ടോ? തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, ജാതി എല്ലാം ഉണ്ട്. ഈ മുരിങ്ങക്കായ എടുക്ക്. മുരിങ്ങക്കായ അതവിടെ ഇവിടെ പൊട്ടിക്കണം കുറച്ച്. പൊട്ടിച്ചാണല്ലേ? പൊട്ടിക്കത് 250 കിലോ ഇന്ന് പൊട്ടിക്കും. ഈ ഇതിനൊരു ഇതുണ്ടല്ലേ, ചോളത്തിന്റെ കേടില്ല അല്ല, അതിനെ പൊതിഞ്ഞ് സൂക്ഷിക്കണം. പക്ഷെ ഇത് മയിലും തത്തയാണ്, അവർക്കും വേണ്ടേ? ഓ അത് ശരി. മയിലിന്റെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മയില് ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ടില്ല. ഇല്ലല്ലേ? മയില് ധാരാളം ഉണ്ട്. മയില് ഇതിപ്പോ അവര് ഒരു ഭാഗം തിന്നു, ഒരു ഭാഗം അവര് മണി തത്തിയോ അല്ലെങ്കിൽ മയിലോ പറ്റണോടൊക്കെ തിന്നുണ്ട് അല്ലേ? അതിനെ കൊണ്ട് വഹിക്കണ പോലെ. മോനെങ്ങനെ കൃഷിയിൽ താല്പര്യം ഉണ്ടോ? അവൻ 10 പഠിക്കുമ്പോ മികച്ച വിദ്യാർത്ഥി കർഷകനായിരുന്നു. അത് ശരി. അപ്പോ ബാലാജി ഏട്ടൻ അങ്ങനെയും പറയാം. പുതിയ കുട്ടികളോട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു നോക്കാം. എന്താ പറയാനുള്ളത്? പുതിയ കുട്ടികളോട് മണ്ണിൽ ചവിട്ടി നിൽക്കുക, കൃഷി ചെയ്യുക. കൃഷി എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്, കൃഷി സംസ്കാരമാണ്, സിനിമ ഇൻഡസ്ട്രിയാണ്. ഒന്നിനെയും കുറച്ച് കണ്ടു, ഒന്നും ചെറുതല്ല, എല്ലാം ഒന്നും മെച്ചപ്പെട്ട തന്നെ. പക്ഷേ മറ്റൊന്നുമില്ലാതെയും ജീവൻ നിലനിർത്താനാകും, കൃഷിയില്ലാതെ ജീവൻ നിലനിർത്താനാകില്ല. അത് പറ്റില്ല. അത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ കൊറോണ തെളിയിച്ചല്ലേ. അപ്പോൾ അതുകൊണ്ട് കൃഷി എന്ന് പറയുന്നത് നല്ല സംസ്കാര സമ്പന്നമായ ഒരു രാജ്യത്തെ സൃഷ്ടിക്കാനാകും. നമ്മൾ ഈ കൃഷിയിൽ നിന്ന് മടങ്ങിയതാണ് ഒരുപാട് തെറ്റായ വഴിക്കെല്ലാം ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു ഇടയാക്കിയ സാഹചര്യം എനിക്ക് തോന്നുന്നു. അപ്പോൾ കുട്ടികൾക്കൊന്നും അറിയും കൂടിയില്ലോ എന്താണ് കൃഷിയെന്നറിയില്ല. നമ്മുടെ പഠനത്തിൻ്റെ കുഴപ്പമുണ്ട്, കാരണം കൃഷി പഠിപ്പിക്കുന്നില്ല. ഇന്നലെ മിനിസ്റ്റർ വന്നിരുന്നു, പ്രസാദ് വന്നിരുന്നു, അഗ്രികൾച്ചർ മിനിസ്റ്റർ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു കാര്യം, അത് അഭിപ്രായക്കാരൻ തന്നെ. കൃഷിയേക്ക് ഊന്നൽ നിന്ന് കൊടുത്തുകൊണ്ടല്ലാതെ രാജ്യത്തിന് ഡെവലപ്പ് ചെയ്യാനാവില്ല. GDP വളർച്ചയിൽ പ്രധാനമായും കാർഷിക മേഖലയിലെ വളർച്ചയാണ് ചൂണ്ടിക്കാണുന്നത്. രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നു എന്നതിനെ സംബന്ധിച്ച്. സമയക്കുറവ് എന്ന് പറയുന്നതിന് ഞാൻ എൻ്റെ കൃഷി രീതികളുടെ മറുപടി കൊടുക്കും. ഞാൻ ചെറിയൊരു പൊതുപ്രവർത്തനം പറയാം, ചെറിയൊരു തിരക്കൊക്കെ ഉണ്ടാകും. അതിലിടയ്ക്ക് ഞാൻ ഇതൊക്കെ ചെയ്യുന്നില്ലേ, കാലത്ത് 2-3 മണിക്കൂർ. പിന്നെ ഭൂമിയില്ല, ഭൂമി ഇഷ്ടംപോലെ പാട്ടത്തിന് കിട്ടാനുണ്ട്. ഒരു 10 സെൻറ്റ് സ്ഥലം, ഒരു കുടിയിരിപ്പിൽ 10 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമായ, അടുത്ത വീട്ടിലേക്ക് കൊടുക്കാൻ ആവശ്യമായ എല്ലാ പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കാനാണ്. ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് പച്ചക്കറിയിലും പാലും മുട്ടയിലും അടിയന്തരമായി സ്വയം പര്യാപ്തത കൈവരിക്കാനാണ്. പുതിയ തലമുറയോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് പഠനത്തിൻ്റെ കൂടെയും എന്ത് IT മേഖലയിലും എത്ര വലിയ ജോലി ചെയ്യുകയാണെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച മണ്ണിൽ ചവിട്ടിയുന്നുകൊണ്ട് നമുക്ക് ആവശ്യമായതെങ്കിലും, നമുക്ക് ഭക്ഷിക്കാൻ ആവശ്യമായതെങ്കിലും അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ഭാര്യയ്ക്കുമെല്ലാം വിഷമില്ലാത്ത ഭക്ഷണം കൊടുക്കുക. അതൊരു വലിയ കാര്യമില്ല കേട്ടോ, ഒരു കാര്യമില്ല. 1/2 മണിക്കൂർ 30 മിനിറ്റ് ദിവസം നിങ്ങൾ ചിലവാക്കാൻ വേണ്ടി കഴിഞ്ഞാൽ സാധിക്കാവുന്നതാണ്. അതിലേക്ക് ഇറങ്ങണം എന്നാണ് പറയാനുള്ളത്. ഇതിലും വലിയൊരു സന്ദേശം ഈ വിഷുവായിട്ട് എന്താ വേറെ അല്ലാതെ ഈ വിഷുവായിട്ട് നിങ്ങൾക്ക് വേറെ എന്ത് കൈനീട്ടാണ് തരിക? വിഷുക്കണി ഒരു ഭാഗത്ത് മത്തൻ, ഒരു ഭാഗത്ത് വെണ്ട, അപ്പുറത്ത് ഒന്ന് അങ്ങോട്ട് നടന്നിട്ട് വരാൻ നോക്കി. അത് ചിരവയ്ക്ക, പച്ചച്ചീര, ചോപ്പ് ചീര കണ്ടില്ലേ? പച്ച ചോപ്പ് ചീര അവിടെ പോണോ? ചെരങ്ങ അതിന്റെ വഴി എങ്ങടാ അല്ലേ? ഒരു ഭാഗത്ത് മത്തങ്ങയും ഒരു ഭാഗത്ത് കുമ്പളങ്ങയും അതിന്റെ അപ്പുറത്ത് വെണ്ടയ്ക്കും, കയ്യില് ചക്ക.
കുറ്റിപ്പയറാണ്, അതന്നെ കനകമണി. ഇത് വെള്ളരി, മത്തങ്ങ. ഇതേ ഞാൻ കുറച്ചേരായി ശ്രദ്ധിക്കുന്നത്, എന്താ ഈ ബോക്സിൽ? ഫിറമോൺ കെണി അല്ലേ? ഫെറമോൺ കെണി. അതിന്റെ ഉള്ളിൽ ഈ കായ് നശിപ്പിക്കാൻ വന്ന പ്രാണികളൊക്കെ അതിന്റെ ഉള്ളിൽ അവർക്ക് സ്മെല്ല് ആകർഷിക്കാൻ ആവശ്യമായ സ്മെല്ലുള്ളൊരു ബിസ്ക്കറ്റ് ഉണ്ടാവും. അത് ശരി. അപ്പോൾ അവരത് വരും, പിന്നെ പുറത്തേക്ക് പോകില്ല. ഇല്ലെങ്കിൽ പിന്നെ ഇതിന് മറ്റേ സാധനം അടിക്കണം, അടിക്കലില്ലല്ലോ. നമ്മള് വിഷമില്ലാത്ത പച്ചക്കറി ആയതുകൊണ്ട്, സുരക്ഷിത കൃഷി ആയതുകൊണ്ടാണ്. ഇതാണ് എള്ള്. എള്ള് പൂത്തു. എള്ള് പൂവിട്ടു. എള്ളിൻ പൂവ്. ഇതിനകത്താണ് എള്ളുണ്ടാക്കുക. കണ്ടോ? ഇതൊന്നുകൂടെ ഉണങ്ങി കഴിഞ്ഞാൽ പൊട്ടിച്ചെടുക്കാം, പറിച്ചെടുക്കാം. എന്നിട്ട് ചവിട്ടും, മെതിക്കും. നെല്ല് പോലെ തന്നെ. അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ചെടുക്കുകയും ചെയ്യാം. ഓരോന്നായി. ഞാൻ ആദ്യമായിട്ടാ ഈ ഉഴുന്നിന്റെ ഒക്കെ തൈ കാണുന്നു കേട്ടോ. ഇതാണ് ഉഴുന്ന്. കണ്ട, ഇതാണ് ഉഴുന്ന്. ഉഴുന്നാണത്. ഈ ആഴ്ചയിൽ ഒറ്റ നന സ്പ്രിംഗ്ലറില്ലേ, ഒരു നന ആഴ്ചയിൽ അത് നനയ്ക്കും. ഒറ്റ നന മതിയില്ലേ? ആഴ്ചയിൽ ഒരു നന. എത്ര കുളമുണ്ട് ഇതിനകത്ത്? രണ്ടെണ്ണോ? ഇത് മറ്റേ ചെറുപയർ. ഇതാണ് ചെറുപയർ. ഇത് ഇതിന്റെ വിളവെടുപ്പ് എങ്ങനെയാ? ഇത് വിളവെടുപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മളത് ഒന്ന് ചവിട്ടിയാൽ, ഒന്ന് അമർത്തി, ഒന്ന് തിരുമ്പിയാൽ അതൊക്കെ നന്നായി ഉണ്ടായിട്ടുണ്ട്. ചെറുപയർ ചാമകാശാണിത്. ഇത് ചാമയാണ് അല്ലേ? ചാമുണ്ടത്. ഹാപ്പിയായി. ചോളം. ഇതൊക്കെ വിതപ്പയറാണ്. വെറുതെ വിതച്ചിട്ടാണ്, വെറുതെ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലക്ഷ്യം എന്താ വെച്ചാൽ അടുത്ത നെല്ല് കൃഷിക്കുള്ള വളമാണിത്, ജൈവം. ഇടവളം. ഇതിൽ ഈ വേരുകളിൽ നൈട്രജന്റെ ഏറ്റവും നല്ല സാധനമാണ്. അതെ, നെല്ല് വിതയ്ക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഒരു വളപ്രയോഗം. എന്താ വളം എന്നറിയോ? പയറ് നട്ടിരിക്കുകയാണ്. മീനിനെ കാണാൻ പറ്റുമോ നോക്കാൻ. അത് ഈ ചൂണ്ടിലിട്ട് പിടിക്കാറേ, അത് പിള്ളേരും ചൂണ്ടിലിട്ട് പിടിക്കാം, പേടിച്ച് മീൻ. ഇതാണ് നമ്മുടെ ഇറിഗേഷൻ്റെ. ഇതിൽ വെള്ളം പറ്റില്ല. ഒരു 6-7 ഏക്കർ. ഇനിയൊരു എനിക്ക് 10 മീറ്റർ ഉണ്ടാവും. ആണോ? കൃഷി ഒരിക്കലും കൈവിട്ടിട്ടില്ല. ഇത് അരിനെല്ലിക്കല്ലേ? വീട്ടിലെ കാര്യസ്ഥന എന്നൊക്കെ വിളിക്കാവുന്ന പ്രധാനപ്പെട്ട ആളായിരുന്നു, മരിച്ചുപോയി. പേരെന്താ? അയ്യപ്പൻ. അതന്നെ സുഖല്ലേ? ഇതൊക്കെ ധാന്യങ്ങളാട്ടാ. ഈ പറഞ്ഞ ധാന്യങ്ങൾ അതിന്റെ വിത്ത് ഞാൻ ശേഖരിച്ച് വെച്ചുള്ള ആൾക്ക് കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ട് വന്നാൽ നമ്മൾ കൊടുക്കും. ഈ ആളുകൾ കൃഷി പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൃഷിയെ കുറിച്ച് അറിയാൻ വേണ്ടിയൊക്കെ ആരെങ്കിലും വരുന്നുണ്ടോ? അങ്ങനെ ഇഷ്ടംപോലെ. ഇപ്പോൾ ഒരു ക്ലബ്ബുകാർ അടുത്ത ദിവസം യുവ എന്ന് പറയുന്ന ക്ലബ്ബിലെ ഒരു 30ഓളം വരുന്ന യുവാക്കൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. അവരെന്ന് പറഞ്ഞാൽ ഒരേ ഏജുള്ള ഒരു 10, 30, 40 ഇടയിൽ പ്രായമുള്ള ഈ കൃഷി ചെയ്യണം. ഒക്കെ കൂലിപ്പണിക്കാരാട്ടോ, ഈ ദൈനംദിന ജോലിക്ക് പോകുന്ന ആളുകളാണ്. അപ്പോൾ അവർ കൃഷി ചെയ്യണം, കാർഷിക രംഗത്തേക്ക് ഇറങ്ങണം. അതൊരു പബ്ലിക് കമ്മിറ്റ്മെൻ്റ് ഭാഗമാണത്. അവർ വന്നില്ല, 2 ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവർ. അപ്പോൾ അവരിനി സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാൻ ഞാൻ കൂടെ ചെല്ലും, എല്ലാം സഹായിക്കും. പിന്നെ ഈ മണ്ണിര കമ്പോസ്റ്റ് ഇതിൽ എന്തൊക്കെയാ ഇട്ടിരിക്കുന്നത്? ഇതില് പ്രധാനമായും നമ്മുടെ വാഴപ്പിണ്ടി ഇല്ലേ, പച്ചിലകള്, വാഴപ്പിണ്ടി, ചപ്പിലകള്, വാഴന്റെ ഇല, ചാണകം ഉണ്ടോ? എന്നിട്ട് ഒരു ലെയർ, ഒരു അടി ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഒരു ലെയർ, ഒരു 2 ഇഞ്ച് കനത്തിൽ ചാണകം ഇരിക്കും. ചാണകം ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ വിടും. അങ്ങനെ ഹൈറ്റിലേക്ക് എത്തും. ഹൈറ്റിലേക്ക് എത്തുമ്പോൾ അത് ആ അപ്പുറത്തെ കുണ്ടിലെ മണ്ണിനെ എടുക്കാറായി. ആ വളം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. 2 തട്ടാണ് ഇത്. വളമായി. കാപ്പിപ്പൊടി പോലെ വളം കാണാൻ കഴിയും. ഇത് ശരിക്കും വളമായി, മണ്ണിര കമ്പോസ്റ്റായി. ഇനി ഇതിങ്ങോട്ട് നമ്മൾ ഇത് എടുത്തിട്ട് ഇതുവരെ ഉണ്ടായിരുന്നു, നമ്മൾ എടുത്താണ്. ഇനി അതിൽ അടിയിൽ മണ്ണിരയുണ്ട്.
ഇതിനെ മണ്ണിനെടുത്ത് അപ്പോഴേക്കും ഇത് ഒരു 2 ലെയറും കൂടി തിരക്കാരി തിരക്കാരി നടന്നില്ല, ഇത് ഫില്ലാക്കും, എന്നിട്ട് അത് ഇതിരിക്കിടും, മണ്ണിന്റെ അടുത്ത് അങ്ങോട്ട് ഇടും. അപ്പോൾ അവൻ്റെ വർക്ക് ആരംഭിക്കും, പണി കൊടുക്കും. അപ്പോൾ ഇവിടെ ഇതേപോലെ നമ്മൾ നിറച്ച് കൊണ്ടുവരും. ഇത് കഴിയുമ്പോൾ അടുത്ത് ഇങ്ങനെ ഇടും. കർഷകന്റെ കലപ്പയാണല്ലോ അല്ലേ മണ്ണിര. അപ്പോൾ അതെടുത്ത് ഇങ്ങനെ ഇടും. അങ്ങനെ എല്ലാ സമയവും പണിയാണ്, നിങ്ങളെ പോലെ തന്നെ ഫുൾ ടൈം പണിയാണ്. അപ്പോൾ വിഷു ആയിട്ടുള്ള നമ്മുടെ വീഡിയോ സന്തോഷകരമായി ഇവിടെ അവസാനിക്കുകയാണ്. വിഷു വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഉത്സവമാണ്. മണ്ണുമായി, പച്ചക്കറിയുമായി, നെല്ലുമായി എല്ലാതുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവമായതുകൊണ്ട് മലയാളിക്ക് ഇനിയും കൃഷി ചെയ്യാനും പുതിയ ആളുകൾ, പുതിയ കുട്ടികളൊക്കെ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാനും അദ്ദേഹം ആശംസിക്കുക. അദ്ദേഹത്തിൻ്റെ ആശംസ തന്നെ അതാണ്. മണ്ണിൽ ചവിട്ടി നിൽക്കാനാണ് അദ്ദേഹം പറയണത്. നമ്മൾ വല്ലാണ്ടൊക്കെ ഉയർത്തിപ്പോയാലും ലാസ്റ്റ് മണ്ണിക്ക് തന്നെ വരണം അല്ലേ? എത്ര ഉയർത്തിപ്പോയാലും മണ്ണിക്ക് തിരിച്ചു വരണ്ടേ? അപ്പോൾ കുട്ടികളോടൊക്കെ, വളരുന്ന തലമുറയോട് മുഴുവൻ മണ്ണിൽ ചവിട്ടി നിൽക്കണം, കൃഷിയെ സ്നേഹിക്കണം, കൃഷിയിലേക്ക് കടന്നു വരണം എന്നുള്ള ആശംസയാണ് നമ്മുടെ സഖാവ് ബാലാജി ഏട്ടന് കുട്ടികളോട് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള ആയിരം ബാലാജിമാർ എല്ലായിടത്തും ഉണ്ടാവട്ടെ. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ കേരളം ഒരുപാട്, ഇപ്പോഴും കേരളമാണ് പിടിച്ചു നിൽക്കുന്നത് അല്ലേ? ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും ആശംസയും ഒക്കെ ആവട്ടെ ഈ വിഷുവിന് തരാനുള്ളത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയട്ടെ. തൊട്ടടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളെ ഞാൻ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം സമ്മതിച്ചു പറയാ. ഞാനേ പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്തിട്ടില്ല, എന്നിട്ട് ഞാൻ ക്ഷീണിച്ചു. കണ്ടാ, തക്കാളിയും പയറും കുടിക്കുകയാണ്. വളമില്ലാത്ത തക്കാളിയാണ്, കണ്ടില്ലേ? ശോ, പേരെന്താ? മലയാളം അറിയോ? ബറ. तुम्हारा नाम क्या है? तुम्हारा नाम क्या है? എഡ്വേർഡ് ബാഡ. ശരി, ആ പോന്നു. വരൂ. ഇംഗ്ലീഷ് അറിയില്ലേ? പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലേ. എഡ്വേർഡ് ബാറ. യെസ്. Where's your place? Chhattisgarh. ഡിയേഴ്സ്, നാളേക്കുള്ള വിഷുവിനുള്ള പച്ചക്കറിയൊക്കെ ആയിട്ട് ബാലാജിയേട്ടൻ്റെ തോട്ടത്തുനിന്ന് ഞാൻ പോവാണ്. ഇനി അടുത്ത വർഷങ്ങളിൽ ഇതിൻ്റെ ഇരട്ടി ഇവിടുന്ന് വാങ്ങിപ്പോകാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എല്ലാവർക്കും വിഷു ആശംസകൾ. വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന്. ബാലാജിയേട്ടനെ പോലെ ഒരു വ്യക്തിയെ പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരാനും വീട്ടിലുള്ളവരെ പരിചയപ്പെടാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ നിറയെ സന്തോഷമുണ്ട്. മാത്രമല്ല അതിനൊക്കെ ഉപരിയായിട്ട് ഇങ്ങനെ അടിമുടി കൃഷിക്കാരനായ നല്ലൊരു ജനപ്രിയ നേതാവായ അദ്ദേഹത്തെ നിങ്ങൾക്ക് മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞതിൽ അതിലേറെ സന്തോഷമുണ്ട്. ഈ 2 മേഖലകളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് തൊട്ടടുത്ത് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.